കാർഷിക വാർത്തകൾ. കാലവർഷത്തിനു പിന്നാലെ എത്തിയ ന്യൂനമർദ്ദങ്ങൾ കാപ്പി കർഷകരെ പ്രതിസന്ധിയിലാക്കി. പ്രതീക്ഷിച്ചതിലും നേരത്തെ വിളവെടുക്കേണ്ട സാഹചര്യം വന്നത് കർഷകരെ പ്രയാസത്തിലാക്കി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം പിൻവാങ്ങിയെങ്കിലും സംസ്ഥാനത്തുണ്ടായ ന്യൂനമർദ്ദം കാപ്പി കർഷകരെ പ്രതികൂലമായി ബാധിച്ചു. കാലാവസ്ഥ അനുകൂലമല്ലാതായതോടെ കാപ്പിക്കുരു പഴുക്കാൻ തുടങ്ങി. ഞെട്ടുചീഞ്ഞ് കാപ്പിക്കുരു വീഴാൻ തുടങ്ങിയതോടെയാണ് വിളവെടുക്കാൻ കർഷകർ നിർബന്ധിതരായത്. വയനാട് ജില്ലയിലെ പലയിടങ്ങളിലും നവംബർ ആദ്യവാരം തന്നെ വിളവെടുപ്പ് ആരംഭിച്ചു. തുലാമാസത്തിൽ ഉച്ചവരെ വെയിലും വൈകിട്ട് മഴയുമുള്ള കാലാവസ്ഥ കാപ്പിക്കൃഷിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ കൃത്യമായി മഴ ലഭിക്കാഞ്ഞതും ഇടവിട്ടുള്ള മഴ, ഇടയ്ക്ക് കടുത്ത ചൂടും മിക്ക കൃഷികളെയും ബാധിച്ചു. കാപ്പിപ്പരിപ്പ് ശരിയായ വളർച്ചയെത്തും മുമ്പ് വിളവെടുക്കുന്നത് നഷ്ടമുണ്ടാക്കും. അപ്രതീക്ഷിതമായി വെയിലും മഴയും മാറി മാറി വരുന്നതോടെ കാപ്പിക്കുരുവിന്റെ നിറം മാറുകയാണ്. ഒരു ചെടിയിൽ തന്നെ പഴുത്തും ഉണങ്ങിയും പച്ചയ്ക്കും കായ്കൾ നിൽക്കുകയാണ്. 124 കിലോ കാപ്പിക്കുരു ഉണക്കിയാൽ 54 കിലോ കിട്ടേണ്ടതാണ്. നിലവിൽ അത് 50 കിലോ ആയി കുറയും. മഴ എപ്പോൾ പെയ്യുമെന്ന നിശ്ചയമില്ലാത്തതിനാൽ വിളവെടുത്ത കാപ്പി വെയിലിൽ ഉണക്കിയെടുക്കാനും പറ്റുന്നില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെൽകർഷകരുടെ ഉറക്കം കെടുത്തി ഓലച്ചുരുട്ടിപ്പുഴു. ഇതോടെ മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടില്ലെന്ന ആശങ്കയിലായിരിക്കുകയാണ് കർഷകർ. പ്രതിസന്ധികൾക്കിടയിലും രണ്ടാം വിള ഇറക്കിയ പാടശേഖരങ്ങളിൽ ഓലച്ചുരുട്ടി പുഴുശല്യം വ്യാപകമായിരിക്കുന്നു. ഇതോടെ കൃഷിക്കിറക്കിയ ചെലവ് തുകയ്ക്കുള്ള നെല്ല് പോലും ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഞാറുനട്ട് 1 മാസം പിന്നിട്ട നെൽച്ചെടികളിലാണ് കൂടുതൽ പുഴുബാധ. ഇതിനു പുറമെ തണ്ടുതുരപ്പൻ, മഞ്ഞളിപ്പ് ശല്യവും ഉണ്ട്. അമ്പലപ്പാറ മേഖലയിൽ 80 ഏക്കറോളം വയലുകളിൽ പുഴുശല്യം ബാധിച്ചതായാണ് കർഷകർ പറയുന്നത്. പച്ചനിറത്തിലുള്ള പുഴുക്കൾ ഓല ചുരുട്ടുകയും തുടർന്ന് ഹരിതഭാഗം സംരക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. പച്ചപ്പ് ഭക്ഷിക്കുന്നതോടെ നെൽച്ചെടികൾ വെള്ള നിറത്തിലാകുന്നു. ക്രമേണ ഇത്തരം നെൽച്ചെടികൾ വളർച്ച മുരടിച്ച് നശിക്കുകയാണ് പതിവ്. മൂപ്പ് കുറഞ്ഞ പൊന്മണി വിത്ത് കൃഷിക്ക് ആശ്രയിച്ചവർക്കാണ് കൂടുതൽ ദുരിതം. കീടനാശിനി തളിച്ചിട്ടും രക്ഷയില്ലെന്ന് അമ്പലപ്പാറയിലെ കർഷകനായ IT പ്രദീപ് പറയുന്നു. ഇദ്ദേഹം കൃഷിയിറക്കിയ 3 ഏക്കറിലും ഓലച്ചുരുട്ടി പുഴുശല്യം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാലാവസ്ഥയിലെ താളക്കേടും അമിതമായ ചെലവും കാരണം ഒരു വിഭാഗം കർഷകർ കൃഷി ഉപേക്ഷിച്ച നിലയിലുമാണ്. എന്നാൽ കൃഷി കൈവിടാൻ മനസ്സനുവദിക്കാത്തവരിൽ ഒരു വിഭാഗമാണ് രണ്ടാം വിളയ്ക്ക് ഇറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാണിജ്യാടിസ്ഥാനത്തിൽ താമരക്കൃഷിക്ക് നെടുമ്പാശ്ശേരിയിൽ തുടക്കം. താമരക്കൃഷിക്ക് വിപുലമായ സാധ്യതകളാണ് ഉള്ളത്. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മധുരപ്പുറം, മള്ളുശ്ശേരി, പറമ്പുശ്ശേരി, മാഞ്ഞാലിത്തോട് പാടശേഖരത്തിൽ ആരംഭിച്ച താമര കൃഷിയുടെ ഉദ്ഘാടനം മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. വാണിജ്യാടിസ്ഥാനത്തിൽ വിപുലമായ സാധ്യതകളാണ് താമര കൃഷിക്കുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. അനന്തമായ സാധ്യതകളാണ് താമര കൃഷി കർഷകർക്ക് നൽകുന്നത്. ക്ഷേത്രാവശ്യങ്ങൾക്ക് പുറമെ സൗന്ദര്യവർദ്ധക വസ്തുവായും ഭക്ഷ്യവസ്തുവായും ഇന്ന് താമരയുടെ പൂവുകളും തണ്ടും വിത്തുമെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. താമരയുടെ വൈവിധ്യമാർന്ന ഉപയോഗങ്ങളെക്കുറിച്ച് കാർഷിക സർവകലാശാല നടത്തിയിട്ടുള്ള പഠനങ്ങൾ പുസ്തകരൂപത്തിൽ ലഭ്യമാണെന്നും കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാൽ താമര കൃഷിയിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.